അപ്പോൾ നമ്മുടെ റെഫറൻസ് പിക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ടോപ്പ് തയ്ക്കാൻ പോകുന്നത്. കോഡ് സെറ്റ് ആയിട്ട് തയ്ക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു കേട്ടോ. കാരണം കോഡ് സെറ്റ് ആയിട്ട് തയ്ച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ എവിടെയും ഇടുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതലും ഇവിടെ ജീൻസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിനും കൂടെ പറ്റുന്ന രീതിയിലൊരു ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഈയിടെയായിട്ട് തുറന്നു കഴിയുമ്പം ഈ ഒരു കൈൻഡ് ഓഫ് ടോപ്പാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇച്ചുകൂട്ടം കുറച്ച് നേരം പാചകമൊക്കെ അടിച്ച് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സംശയം വന്നിട്ട് ഒന്നുകൂടെ അളവെടുത്തിട്ട് നമ്മൾ ചെയ്യുമായിരുന്നേ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തയ്ക്കണം കേട്ടോ. തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ആ ഒരു യോക്ക് പോർഷനും നെക്കും ഒക്കെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം താഴോട്ടുള്ള ആ ഒരു പ്ലേസ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഏകദേശം റെഡിയായേ. ശരിക്കും പറഞ്ഞാൽ ഫുൾ സ്ലീവ് വെക്കാനായിരുന്നു കേട്ടോ ആദ്യത്തെ പ്ലാൻ. പിന്നെ ആ പ്ലാൻ എപ്പോഴോ ഞാൻ മാറ്റി ഹാഫ് ആക്കി. അങ്ങനെ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തയ്യലൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണേണ്ടവരൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കല്ലേ.